പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കും, വല്ലപ്പോഴും കണ്ടുമുട്ടും. 2 or 3 പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. തികച്ചും മാന്യമായ സൗഹൃദം. ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ഞാൻ അവളെയോ അവളെന്നെയോ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കൽ പ്രളയത്തിന്റെ ഒരു രാത്രിയിൽ അനിതയോ അകത്തോരു മഴ, എന്തൊരു മഴ. താങ്ക് യു. രണ്ട് ദിവസമായി ഓഫീസിൽ പോയിട്ട്. മഴ, റോഡുകളിലൊക്കെ മുട്ടറ്റം വെള്ള. കൽക്കത്തയുടെ ശാപായത്. 2 മഴ നന്നായി പെയ്താ മതി. അനിത എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഹരിയേട്ട സ്റ്റേഷനിലേക്ക് പോയി. യാത്ര അയക്കാൻ നാട്ടിൽ പോയിരുന്നു. ട്രെയിനിന് വരുമ്പം പലയിടത്തും വെള്ളം പൊങ്ങി കണ്ടു. പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. ഹൗറേന്നൊരു ടാക്സി പോലും വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ നടന്നു. ഓ, ഇത്ര ദൂരോ? കുറച്ചുകൂടെ റോഡ് ക്ലിയർ ആണ്. ഒരു സൈക്കിൾ റിക്ഷ കിട്ടി. പിന്നെയും നടന്നു ഇത്രയും വെള്ളത്തിലൂടെ. ഓ ഭാഗ്യം. താൻ ഭയങ്കര സാഹസ കാണിച്ചത്. റോഡ് ഏതാ, കുഴി ഏതാ, ഡ്രെയിനേജ് ഏതാന്ന് അറിയാൻ പറ്റില്ല. ഫ്ലഡ് ആണെന്ന് അറിഞ്ഞപ്പോ അവിടെ തന്നെ എവിടെയെങ്കിലും തങ്ങായിരുന്നില്ലേ? അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ ആളുകൾ നിറഞ്ഞിരിക്കണു. എനിക്ക് എങ്ങനെയെങ്കിലും ശാന്തിനികേതനിൽ എത്തണം. ദാസനെ ഒന്ന് സഹായിക്കണം. ഈ മഴയത്ത് എങ്ങനെ പോകും? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കരഞ്ഞിട്ടെന്താ ഫലം? മഴയൊന്ന് ശമിച്ചാൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങും. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം.